ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ദേ ഇവിടെ വേലിയുടെ അരികത്ത് കുറച്ച് ഭാഗം ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സൺസെറ്റ് ബെല്ലൊന്ന് വെക്കാമെന്ന് കരുതിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടിയ ചെരുപ്പും പിന്നെ പൊട്ടിയ കുപ്പിയും അങ്ങനെ അവിടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റി അവിടെ കുറച്ച് സ്നേക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു. ചട്ടി പൊട്ടിപ്പോയിട്ട് അവിടെ വീണ് കിടക്കണമായിരുന്നു. അതിനെ എടുത്ത് മാറ്റി അങ്ങനെ എല്ലാം കളഞ്ഞ് ഞാൻ ആ ചവറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മണ്ണിളക്കി കൊടുക്കുമ്പോഴാണ് അവിടെ കല്ലും കൂടി ഇട്ടിട്ടാണ് മണ്ണ് ഉറപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു ഇച്ചിരി പാടായിരുന്നു കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. ആ മൺവെട്ടി ചളുങ്ങി പോണേരുന്നിട്ടോ ഞാനത് വെട്ടുമ്പോഴേക്കും. പിന്നെ എങ്ങനെയോ ഞാനത് വെട്ടി അവിടെ ശരിയാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കാര്യം നടക്കണമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഒരുക്കിയ ശേഷം പിന്നെ അപ്പുറത്തുനിന്ന് ഞാൻ കുറേ സ്ഥലത്തൊക്കെ സൺസെറ്റ് ബെല്ല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ചത് കാണിച്ചിരുന്നല്ലോ. അവിടെ നിന്നൊക്കെ ഞാൻ കുറേശ്ശെ എടുത്തുകൊണ്ട് വന്നു. മുഴുവനായിട്ട് എടുത്തു കൊണ്ടുവന്നില്ല കേട്ടോ. ഇവിടെ ഇനി പിടിച്ചില്ലെങ്കിൽ എല്ലാം കൂടി നശിച്ച് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എല്ലായിടത്തുനിന്നും അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നതിൽ നിന്ന് എല്ലായിടത്തുനിന്നും കുറേശ്ശെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഈ സൺസെറ്റ് ബെല്ല് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. വലിയ ലീഫായി വരും ഇത്. ബ്രൗൺ കളറാണ് ഇതിൻ്റെ ലീഫ്. താഴെ ഒരു പിങ്കിഷ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ യെല്ലോയും ഓറഞ്ചും കൂടിയ ഫ്ലവറാണ്. തീനാളം പോലെയൊക്കെ തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല പോലെ വെയിൽ കിട്ടിയാൽ ഇതിന് നല്ലതാണ് കേട്ടോ. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുകയെ. നിറച്ച് പൂക്കളുണ്ടായി കഴിയുമ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ഈ ഇലകളിങ്ങനെ വെൽവെറ്റ് പോലെ വിടർന്ന് നിന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ പൂക്കളിങ്ങനെ കൊലകുത്തി ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് എനിക്കിത് വലിച്ചെറിഞ്ഞ് കളയാൻ തീരെ ഇഷ്ടമില്ല. ഇതിൻ്റെ അടിയിൽ കൂർക്ക പോലെ ഇങ്ങനെ ചെറിയ കിഴങ്ങുകൾ ഉണ്ടാവും കേട്ടോ. അത് കൂടാതെ ഇങ്ങനെ മണ്ണിൽ മുട്ടിക്കിടക്കുന്ന ഭാഗം കൂർക്കയുടെ ചെടി പിടിക്കുന്ന പോലെ തന്നെ അതിന് തണ്ടിൽ വേര് വരും. പിന്നെ ഇതിൻ്റെ തണ്ടിലാണ് കേട്ടോ ഇത് വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ഇത് ചീഞ്ഞു പോകും. അല്ലാത്ത സ്ഥലത്ത് ആവശ്യത്തിന് വെള്ളം മതി. വെള്ളം ഇപ്പോൾ നമ്മൾ ഒഴിച്ചില്ലെങ്കിൽ ഇതങ്ങനെ വാടി ഉണങ്ങിയൊന്നും പോകുന്ന ചെടിയല്ല കേട്ടോ. പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും, നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഒട്ടും മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത, അതായത് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള അത്രയും ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിന് അത്യാവശ്യം സ്പേസ് വേണം വളരാനായിട്ട്. ഇപ്പം ഞാനീ നട്ടിരിക്കുന്നത് വഴിയുടെ അരികത്താണ്. ഒത്തിരി വഴിയിലേക്ക് ഇങ്ങനെ നീണ്ടു കിടന്നാൽ എനിക്കത് പറിച്ച് കളയേണ്ടി വരും. എന്നാലും ഞാൻ ആ ഒരു ബോർഡർ കൊടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് വളർന്നു കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ നമ്മൾ മണ്ണ് കളയുമ്പോൾ ഇതിൻ്റെ കിഴങ്ങ് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അവിടെയൊക്കെ മുളച്ച് വന്നോളും. അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് നമ്മളതിനെ ഒരു കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുത്തില്ല എങ്കിലും അത് നന്നായിട്ട് പൂവുണ്ടായിക്കോളും. അതിൻ്റെ കർമ്മം അത് കറക്റ്റായിട്ട് നടത്തിക്കോളും കേട്ടോ. അപ്പം നട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.